അതുപോലെ ഈ പിന്നെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാൻ പറ്റില്ലല്ലോ. ക്വാഷ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതില്ല. ഈ FIR ഇടുക എന്ന് പറഞ്ഞാലേ നിയമത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അതിനെ FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ കംപ്ലയിൻറ്റിൻ്റെ പുറത്ത് ആ കംപ്ലയിൻറ്റിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അവർ FIR ഇടും, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഒരു കോപ്പി അവർ ഓഫീസ് ഫയലിൽ വയ്ക്കും, ഒരു കോപ്പി മജിസ്ട്രേറ്റിന് കൊടുക്കും, ഒരു കോപ്പി അവരുടെ ഡെസിഗ്നേറ്റഡ് സീനിയർ, ചിലപ്പോൾ DYSP ആയിരിക്കും, ചിലപ്പോൾ SPO, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് അല്ലെങ്കിൽ കമ്മീഷണർ അങ്ങേർക്ക് കൊടുക്കും. ഇതാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ഇവർ അന്വേഷിക്കും. അന്വേഷിക്കുമ്പോൾ ഞാൻ തന്ന പരാതിയിൽ കഴമ്പൊന്നും കാണുന്നില്ല. വെറുതെ വായജത്തിനുള്ള കൊതിക്കറിവ് കൊണ്ട് എന്നെ തല്ലി കുത്തി മഹാദുഷ്ടനാണ് സാർ, MG റൂട്ടിലിട്ട് എന്നെ ചവിട്ടി സാർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോഷോപ്പ് ചെയ്ത് പടമൊക്കെ ഇതാണ് പരാതി. അപ്പോൾ ഇവർ റെഫർ റിപ്പോർട്ട് കൊടുക്കും മജിസ്ട്രേറ്റിന്. അന്വേഷിച്ചതിലും ഈ മനുഷ്യൻ വെറുതെ അസൂയ കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പരാതി മാത്രമാണ്, ആ ഫോട്ടോയും വ്യാജമാണ്, അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് റെഫർ റിപ്പോർട്ട് കൊടുക്കും. മജിസ്ട്രേറ്റ് അത് റെഫർ റിപ്പോർട്ട്. അതാണ് ഈ റെഫർ ചെയ്ത് കളഞ്ഞു എന്ന് പറയാൻ ഇതാണ് കാരണം. കഴമ്പില്ലാത്ത കേസാണ്, അത് കളയാം. അപ്പം അങ്ങനെയുള്ള FIRകൾ ഇവർക്ക് കളയാം. പക്ഷേ FIR വളരെ സീരിയസ് ആയിട്ട് ഇവരിട്ടതെന്ന് വെച്ചാൽ കൊലപാതകം, കൊള്ളിവയ്പ്പ്, തീവയ്പ്പ്, ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് പറയും ഇതെന്താണ് ഇത്, എന്നെ കളിപ്പിക്കുന്നോ? ഇന്നലെ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞിട്ട് FIR രജിസ്റ്റർ ചെയ്ത് ആളെ പിടിച്ച ആൾ ഇന്ന് പറയുകയാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടില്ല. അത് പ്രശ്നമാകാം. അതുകൊണ്ട് കേസ് ടു കേസ് ബേസിസ് നോക്കേണ്ടി വരും. FIR പിൻവലിക്കുക എന്നല്ല പറയുന്നത്, റെഫർ ചെയ്ത് കളയുക, അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. ഈ റെഫർ ചെയ്യാതെ ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇതിലെ പ്രതിക്ക് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാം, FIR ക്വാഷ് ചെയ്യാൻ. അത് FIR ഇടുന്ന നിമിഷം മുതൽ ക്വാഷ് ചെയ്യാനുള്ള അവകാശവും പ്രതിക്ക് കിട്ടുന്നു. അങ്ങനെയാണ് ഈ ക്വാഷ് ചെയ്യാനായിട്ട്, അത് ഹൈക്കോടതിയാണ് ചെയ്യുന്നത്. CRPC 482 ആയിരുന്നു പുതിയ BNSS നമ്പർ. എനിക്ക് BNSSുമായിട്ട് ഞാൻ പരിചയിച്ച് വരുന്നേ ഉള്ളൂ, നമ്പർ ഉള്ള പ്രശ്നം. അങ്ങനെ ഹൈക്കോടതിയിൽ പോയിട്ട് ഫിറ്റ് കേസാണെങ്കിൽ അവർ ക്വാഷ് ചെയ്യും, FIR ക്വാഷ് ചെയ്യും. ക്വാഷ് ചെയ്യുന്നതോടെ അതിൻ്റെ കഥ കഴിയും. ഇതാണ് പ്രോസസ്സ്. ഈ രണ്ട് പ്രോസസ്സാണെങ്കിലും ഈ സുപ്രീം കോടതി പറയുന്ന പോലെ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല, അത്ര എളുപ്പം ചെയ്യാനും പാടില്ല. ഈവൻ FIR ക്വാഷ് ചെയ്യുന്നത് തന്നെ സുപ്രീം കോടതി തന്നെ ജഡ്ജ്മെൻറ്റുണ്ട്. ഈ സെക്ഷൻ 482 വളരെ സൂക്ഷിച്ച് വേണം ഹൈക്കോടതികൾ ആ അവകാശം ഉപയോഗിക്കാൻ. അല്ല വന്ന പാടെ ഇതിനകത്തൊന്നുമില്ല ക്വാഷ് ചെയ്യും, ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ക്വാഷ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പലതവണ എഴുതിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ ഇവരുടെ പേടിപ്പിക്കൽസ് കണ്ടിട്ട് അവർ നോക്കട്ടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ദേ ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കേസസ്. ഇതെന്താ മാസ് മർഡർ ഒന്നും നടന്ന കേസല്ലല്ലോ. ദെൻ വൈ ഷുഡ് സുപ്രീം കോടതി എടുത്ത വാക്കിനും പറയേണ്ടത് വൈ യു ഹാവ് കം ഹിയർ വെൻ ദർ ആർ ഇനഫ് ലോവർ കോർട്ട്സ് ആൻഡ് ഡൽഹി ഹൈക്കോർട്ട്, വൈ ആർ യു അപ്രോച്ചിങ് മീ? ഈ ഓൾട്ടർനേറ്റ് റെമഡി എക്സോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏർപ്പാടുണ്ട്. നിങ്ങൾ മറ്റ് റെമഡി ഉണ്ട്, നിങ്ങൾക്ക് വേറെ കോടതികളുണ്ട്, അവിടെ പൊക്കോ. എന്നിട്ട് നിങ്ങളുടെ കാര്യം നടന്നില്ലെങ്കിൽ യു കം വിത്ത് ആൻ അപ്പീൽ, നോട്ട് ലൈക്ക് ദിസ്. സുപ്രീം കോടതിയിൽ നേരിട്ട് നമുക്ക് പോകാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒക്കെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും തടയപ്പെട്ടിട്ടില്ല ആരുടെയും. പോലീസിനെ തല്ലി പോലീസ് തല്ലി, ഇതാണല്ലോ കേസ്. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സംഭവമാണ്. പോലീസ് ഇവരെ തല്ലി, ഇവർ പോലീസിനെ തല്ലി, ഇതാണ് സംഭവം. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, വെടിവെപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ പെല്ലറ്റ് ഗൺ യൂസ് ചെയ്ത്, നോട്ട് എ ബിഗ് തിങ്. മാരകമായ മുറിവുണ്ടായോ ആർക്കെങ്കിലും? പെല്ലറ്റ് ഗൺ കാശ്മീരിൽ മാത്രമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ പോലീസിനോ RAFനോ പെല്ലറ്റ് ഗൺ ഇഷ്യൂ ചെയ്തിട്ടില്ല. ആളുകളുടെ ധാരണ ഈ ഗണ്ണൊക്കെ പോലീസിന് തോന്നിയ ദിവസം ഉപയോഗിക്കാമെന്നാണ്. അങ്ങനെയല്ല. ഇപ്പോൾ വാഴോട്ടുകോണം സുഗതനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആകാശത്തേക്ക് വെടിവെച്ചില്ലേ, ആ പോലീസുകാരൻ GD എൻട്രി എന്ന് പറയും. അയാൾക്ക് തന്ന തോക്ക്, അതിൻ്റെ നമ്പർ,
വെടിയുണ്ട എത്ര, ആകാശത്തേക്ക് വെടിവെച്ചത് എവിടെ, അത് വീണത് തിരിച്ച് പെറുക്കിയെടുത്തോ, അതിൻ്റെ കാർട്രിഡ്ജ് എവിടെ, ഇതെല്ലാം GD എൻട്രിയിൽ വരണം. വന്നില്ലെങ്കിൽ അയാളുടെ സർവീസിനെ ബാധിക്കും. ഇത് വന്നോ എന്ന് ചോദിച്ച ഒരാൾ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ഈ ആകാശത്തേക്ക് വെടിവെച്ച പോലീസുകാരൻ കുഴയാൻ തുടങ്ങും. നെറ്റി വേർക്കും അയാളുടെ മെല്ലെ. കാരണം കണക്കുണ്ടാവില്ല വെടിയുണ്ടയ്ക്ക്. എത്ര തവണ വെടിവെച്ചു എന്ന് അയാൾക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. അയാൾ വിരട്ടാനായിട്ട് പേടിപ്പിക്കാനായിട്ട് ചെയ്യുന്നതാണല്ല. പറ്റില്ല. നിയമം അനുസരിച്ച് അയാൾ വെടിയുണ്ടയുടെ എണ്ണം കൊടുക്കണം. 7 എണ്ണം എനിക്ക് തന്നിരുന്നു, 2 എണ്ണം ആകാശത്തേക്ക് വെടിവെച്ചു, 5 എണ്ണം ബാക്കിയിരിക്കുന്നു. ആകാശത്തേക്ക് വെടിവെച്ചതിൻ്റെ കാർട്രിഡ്ജ് താഴെ കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്, കാർട്രിഡ്ജ് ഇതായിരിക്കുന്നു. ഹി ഹാസ് ടു ഗിവ് ദാറ്റ്. ആൻഡ് പീപ്പിൾ ഡോണ്ട് നോ ദ ലോ, സോ പോലീസ് ഈസ് ഗെറ്റിംഗ് അവേ വിത്ത് വാട്ട് എവർ ദേ വാണ്ട്. അതും ഒരു നല്ല കാര്യമല്ല. അതേസമയം പോലീസിനെ പേപ്പട്ടിയെ പോലെ തല്ലാം എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിയമം അഴിച്ചുണ്ടാവുക.